മണ്ണിൽ നിന്നവൾ കണ്ടെടുത്ത ജഡമാം മൺകട്ടയെ വിദ്യതൻ സ്വർണച്ചൂളയിൽ വെച്ചു നീറ്റി നവമാം മാണിക്യമായി മാറ്റിനാൾ പൊന്നി. പിന്നെയവൾ സ്വജന്മമവനായി അർപ്പിച്ചു തൻ ജീവിതം മണ്ണിൽ ധന്യമതാകുവാൻ തരുണനെ തൻ കാന്തനായ എണ്ണിനാൾ. എന്റെ ശപഥപ്പടി ഇന്ന് 101 ദിവസമാണ്. അതെ, ഇന്ന് കാളികാവ് ക്ഷേത്രനടയിൽ എന്റെ ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ കുടികൊണ്ടുവരുന്ന വീരന്മാരെത്തും. തുണയുണ്ടെങ്കിൽ വരട്ടെ. നന്നായി പൊരുതണം, ഒന്നും മറക്കരുത്. മറക്കാനല്ല ഗുരുവേ ഞാൻ പഠിച്ചത്. ഓങ്കാര ശബ്ദം മുതൽ എനിക്ക് ഓടിത്തുന്ന എല്ലാ വിദ്യകളും അണുവിട കൂടാതെ തെറ്റുകൂടാതെ ഞാൻ ചെയ്യും. തോൽവിയോടടുക്കുമ്പോൾ ശത്രുക്കൾ പരിഹസിച്ച് മനസ്സ് പതനിക്കാൻ നോക്കും. എല്ലാത്തിനും മുൻപ് പളുങ്കൻ പഠിച്ചത് ആപത്തിൽ മനസ്സുറച്ചു നിൽക്കാനാണ്. പതറാത്ത മനസ്സിന്റെ മുമ്പിൽ ആകാശം വിടിഞ്ഞു വീണാലും നിൽക്കും എന്ന് വിരൽ ചൂണ്ടിയാൽ അതവിടെ നിൽക്കും. കൊള്ളാം കാവിലമ്മേ, എനിക്ക് കനിഞ്ഞു തന്ന ഈ പോരാളിക്ക് ഒരാപത്തും വരുത്തരുതേ. മരിച്ചുപോയ ആരോ മരിച്ചവരുടെ മേനിഴകൊണ്ടല്ലോ. ഇവൻ തന്നെയാണോ ആ മരംവെട്ടി? അതെ, കുപ്പയിൽ കിടന്ന കനകക്കട്ട. നാട്ടാരെ, എന്റെ ശബ്ദപ്പടി 101 ദിവസം ഇതാ എന്റെ മരം വെട്ടിയെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്റെ സ്വയംവരത്തിന് ഏർപ്പെടുത്തിയ 4 കാര്യങ്ങളും ചെയ്യാൻ കരുത്തുള്ളോൺ. പണ്ട് വില്ലെടുത്ത് നടുവൊടിഞ്ഞു ഓടിയ വീരന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളേ. ഇന്നലെ വരെ മരം വെട്ടി നടന്ന കാടൻ പളുങ്കനല്ല ഇവൻ. ഇവനെ നാം ദുർഗാദാസൻ എന്ന് പേര് വിളിക്കുന്നു. നാട്ടാരെ, ജാതിയും തൊഴിലും ചൊല്ലി ആക്ഷേപിച്ച കയ്യന്മാരെ, എനിക്ക് പുടവ തരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരാതെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ അന്തി ഉറങ്ങില്ല. കാവിൽ അമ്മയാണ് സത്യം. എനിക്കുണ്ട നടുവിലിരിക്കും കരിമ്പൂതത്തോട് ഏറ്റുമുട്ടി എനിക്കുള്ള താലിയും പുടവയും എടുത്തോണ്ട് വരുന്നു. പഴയ മരം വെട്ടി തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് സംശയം. വരട്ടെ മാറ്റി നോക്കാം.
അവൻ കാണുകയാണോ? ആ ഇബിലീസിനെ അവൻ കൊന്നോ? കൊന്നു. മൂന്നാമത്തെ മത്സരപ്പടി ഇതാ. എന്റെ പുരുഷൻ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്താൻ പോകുന്നു. രാവിലെ സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം. ചന്തു, എന്തിന് കരിമ്പോത്തിനെ പോലെ നോക്കുന്നു? അശ്വങ്ങൾ പുറപ്പെടുവാൻ സമയമായി. ഈ ക്ഷേത്രക്കൊടി മുകളിലെത്തുമ്പോൾ കതിരാവടികൾ മുഴങ്ങും. സ്വയംവരത്തിനുള്ള എല്ലാ മത്സരങ്ങളിലും ഇവൻ ഒന്നാമനായി ജയിച്ചു കഴിഞ്ഞു. തീർന്നിട്ടില്ല. ഈ മരം വെട്ടിയ വാളിന്റെ ഊറ്റം നോക്കി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. ഒരു മരം വെട്ടിയോട് തോൽക്കി. നിങ്ങളൊരു കാര്യം ചെയ്യും. അവന്റെ മനസ്സ് പതറിക്കാനായി വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയുന്നു. മരം വെട്ടി ക്ഷമിക്കിൻ. ഒളിച്ചിരുന്ന് ഓലിയിടുന്ന ഊളന്മാരോടല്ല നമ്മൾ പൊരുതേണ്ടത്. നാട്ടാരെ, ആക്ഷേപം കേട്ടില്ലയോ? മരം വെട്ടി കാട്ടുപറയൻ. കുടുംബത്തിലെ നെയ്യും ചോറും തിന്ന് കുമ്പവിർത്ത പണിയെടുക്കാത്ത അനങ്ങാ പാറകളെ. കൊല്ലപ്പണിക്കൻ പണിഞ്ഞു തന്ന വാളിന്റെ ഊറ്റകം കാണിച്ചു നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, വാൾമുന കൊണ്ട് തുള്ളി ചോര പൊടിഞ്ഞാൽ പൊറുക്കണമെങ്കിൽ പറയൻ പറിച്ചു കൊണ്ടുവരുന്ന പച്ച മരുന്ന് വേണ്ടേ? ചൊല്ലിൻ. നിന്റെ നാക്കി ഞാൻ അറിഞ്ഞോളെ. എന്തിന് കലികേറുന്നു? നാടുവാഴും തമ്പുരാനെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭദ്രകാളിന്റെ അനുഗ്രഹം കിട്ടിയ കാളിദാസനാര്? പറയണോ തമ്പുരാനോ? ചൊല്ലിൻ. ചിദംബരനാഥന്റെ ദർശനം കിട്ടിയ നന്ദനാരാരെന്ന് ചൊല്ലിൻ. പറയണോ തമ്പുരാനോ? ഭക്തപാക്കനാർ പറയനല്ലേ? ചൊല്ലിൻ. എന്തിനേറെ പറയുന്നു? ഈ മലനാട്ടിന്റെ മക്കളെല്ലാം പറയപ്പെട്ട പന്തിയെ കുളത്തിന്നുണ്ടായതല്ലേ? അടച്ചോനെ, ഈ നമുക്ക് എന്താണ് ഈ പറയുന്നത്? നമ്മളെല്ലാം പറച്ചിന്റെ മക്കളാണെന്നാ. മിണ്ടാതിരിക്കും. എന്താ ഉത്തരമില്ലേ? ഇതാ പൊന്നി വീണ്ടും ചൊല്ലണ്. ഈ മലനാട്ടിൽ ഏതേലും ഒരു പോരാളി ഉണ്ടെങ്കിൽ വരിൻ, ചുരികയും പരിചയും എടുക്കിൻ.
പാണനെന്നോ പറയനെന്നോ പറഞ്ഞ് ആക്ഷേപിച്ചാൽ അവന്റെ തല കാണില്ല. ഓർമ്മയിരിക്കട്ടെ. പൊറുക്കണം കുട്ടിയമ്മേ, നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി മേലിൽ വേണ്ട, ചന്തുവേട്ടന്റെ ഗുണവും ദോഷവും ഇനി എനിക്ക് ആവശ്യമില്ല. 101 രാവുകൾ മറ്റൊരു പെണ്ണിന് വേണ്ടി. പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മേലെല്ലാം വല്ലാണ്ട് വേദനിക്കണം. ഈ ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തറി. ഇത് ചോരയല്ല, പൊന്നിയമ്മയുടെ തുപ്പൽ കോറാമ്പിക്കുള്ള ഏറാണ്. ഇത് തുടയ്ക്കേണ്ടത് ഞാനല്ല. ഞാൻ കൊല്ല്, എന്നെ കൊല്ല്, കൊല്ല. ഇറങ്ങി പോവാന്റെ മുമ്പിൽ പോകാം, പോകാം. എടി അമുക്കളെ, പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചോൻ പെണ്ണുങ്ങളെ പടച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല. നമുക്ക് തോന്നുമ്പോ കിട്ടും, തോന്നുമ്പോ ആയിരിക്കും. അപ്പൊ ഞമ്മളൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെ പോലെ തുടങ്ങിയല്ല. ഞമ്മക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ കാണുമ്പോ പോകും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കാര്യം നിങ്ങൾ സമ്മതിച്ച. പോകുമല്ലേ? നമ്മുടെ മുഖത്തല്ലാതെ അന്യ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിപ്പോയാൽ എല്ലാത്തിനും ഞാൻ മയ്യത്താക്കളെ. ഇല്ല, ഈ കുറച്ചിൽ മലനാട് സഹിക്കില്ല. ആ മരംവെട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളെയും ക്ഷമിക്കും ചന്തൂട്ടി. നമ്മൾ എങ്ങനെ ക്ഷമിക്കും? കരച്ചതും പോയി, പിടിച്ചതും പോയി, ഒറ്റാലി കറന്നതും പോയി. പടച്ചോനെ, നമ്മുടെ മുഖീന്ന് കെട്ടിയോളുമാരുടെ മണവും പോയി. ഒന്ന് വീശിത്തര ഒരു പെണ്ണിന്റെ പൊടിയുണ്ട്. ഗുരുവായൂരപ്പ, നിങ്ങൾ പണം നയിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ദുർഗാദാസന്റെ ഊറ്റം കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവനെ വെല്ലാൻ പറ്റിയ ഒരു അംഗച്ചേവകരെ തേടി. അംഗച്ചേവകർ? പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവകരുടെ മകൻ കണ്ണപ്പനുണ്ണി എന്ന ചേവകനെ കുറിച്ച് കേട്ടിരിക്കണം. അതെ, പുത്തരി അംഗത്തിൽ അരിങ്ങോടരെ മുറിച്ചുരിയ കൊണ്ട് എറിഞ്ഞുകൊന്ന ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. ഞങ്ങളും പരിസ്ഥിതി കേട്ടിരിക്കണു ഓനെ പറ്റി. എന്നാ നമുക്ക് പുറപ്പെടാം. എന്റെ പൊന്നോപന മോൻ ആരോമച്ചേവര് പോയി. എന്റെ അരുമോൾ ഉണ്ണിയാർച്ചയും പോയി. പുത്തൂരം വീട്ടിനെ പറ്റി പാടി നടന്ന പാടലും പോയി. ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാലമേ എന്നെ ഉയിരോടെ ഇട്ടിരിക്കുന്നു. എന്താണ് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. കണ്ണപ്പനുണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ? വന്നില്ല. ആ, എന്താ ചെയ്യുക? ചോദിക്കാനുള്ളവരൊക്കെ പോയി, ബാക്കിയുള്ളവർക്ക് വയസ്സുമായി. തോന്നുമ്പോ വരട്ടെ. ആ, അവന്റെ മുറപ്പെണ്ണെന്തിയെ കുഞ്ഞിദേവി? അവൾ അവനെയും കാത്ത് പഠിപ്പുരയിൽ നിൽപ്പാ. കുഞ്ഞെപ്പോഴും ആരെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാനേ, നമ്മുടെ പൂവാലി പശു കയറ് പൊട്ടി ഓടിപ്പോയി, അവളെ നോക്കുകയായിരുന്നു. ആ, അവളെ ഇപ്പൊ കയറ് പൊട്ടിക്കുന്ന പ്രായ. ഏതായാലും കുഞ്ഞിഞ്ഞു പോരെ, അവക്ക് വീട് നല്ല നിശ്ചയമാ. കണ്ണപ്പനൊന്ന് തമ്പുരാൻ വരികയാന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങൾ 10-100 നാഴി അകലെന്ന കണ്ണപ്പനുണ്ണിയെ കാണാൻ എത്തിയത്.
ഇതാരാണ്? കണ്ണപ്പനുണ്ണിയുടെ നേർപ്പങ്ങളായിരിക്കും. അല്ല, ഉറപ്പെണ്ണ്. പേര് കുഞ്ഞുദേവി, ഉണ്ണിയാർച്ചമ്മയുടെ ഒരേ ഒരു മകൾ. ഉണ്ണിയാർച്ചമ്മയുടെ മകൾ? നമസ്കാരം. നമസ്കാരം. കുഞ്ഞുദേവി എന്നെ പറ്റി കേട്ടിരിക്കുമല്ലോ. തച്ചോളി കുഞ്ഞിച്ചന്തുവാണ് ഞാൻ. ഇല്ല, എന്റെ അമ്മാവിനെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്ന് ഒരു ചതിയനായ ചന്തുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാനാണ് കൈപ്പള്ളി പാച്ചൻ. ഇല്ല, കൈപ്പള്ളി പാലാട്ട് കോമക്കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇളവന്നൂർ ഇടുമ്പൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം. പൊങ്ങൻ ചെട്ടിയാർ. ഞമ്മളാണ് വളപട്ടണം മൂശാക്കുട്ടി. ആട്ടെ, നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ അടിച്ചുതലിക്കാരി ഉമ്മിണി. ആ, അടിച്ചുകളിക്കാരി ആണെങ്കിലും ഉമ്മിണിയുടെ മുഖത്തൊരു മൊഞ്ചുണ്ട്. വരും വരും. കണ്ണപ്പനുണ്ണി തമ്പുരാനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാനാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പൻ ചേകവൻ. എന്റെ മകൻ ആറോമോ ചേകവരുടെ മകനാണ് കണ്ണപ്പനുണ്ണി. ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുണ്ണൂരി. ഞങ്ങളൊരു അംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത്. ചോദിപ്പോളം അംഗക്കിഴിപ്പണം കൊണ്ടുവന്നിരിക്കണം. ഇല്ല, എന്റെ മകനെ ഞാൻ അംഗത്തിന് അയക്കില്ല. അയക്കണ്ട, ഞാൻ വരാം അംഗത്തിന്. അംഗക്കിഴി പണം ഒടിക്കുന്നു. മുത്തശ്ശി എന്തിനാ പോകുന്നത്? ഞാൻ പോകാം അംഗത്തിന്. എന്റെ അമ്മ ഉണ്ണിയാർച്ച നനമുണ്ട് കൊണ്ട് നാദാപുരത്തങ്ങാടി പൊടി തുള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുദേവി, നിർത്തു. അംഗം കളരിയിൽ ഇപ്പോഴും ചോരക്കച്ച ഉണങ്ങാതിരിക്കുന്നു. കണ്ണു നനയാതെ പായ്ത്തലക്കൽ ഇന്നും പോകാനൊക്കില്ല. നിങ്ങൾ വിഷമിക്കണ്ട, കണ്ണപ്പനുണ്ണി വരട്ടെ. ഞാൻ അവരെ അംഗത്തിന് അയക്കാം. സമാധാനമായി പോയി. സമ്പ്രതി, അദ്ദേഹം കാത്തിരുന്ന് വിഷമിച്ചിട്ടുണ്ടാവും. ഞാൻ വരാൻ താമസിച്ചു. ഉറക്കം വരുന്നുവല്ലേ? 101 രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം? അഗ്നി പരീക്ഷണം കഴിഞ്ഞ സീതാദേവിയെ പോലെയാണ് ഇന്നെന്റെ മനസ്സ്. രാവണനിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഇപ്പൊ ഞാൻ. എന്റെ മനസ്സ് നിറയെ സംശയം. സംശയമോ? എന്നെയോ? ഗുരുവിനോടൊരു അപേക്ഷ. രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു. അതുപോലെ എനിക്കും. അങ്ങ് ഹനുമാനല്ല, എന്റെ ശ്രീരാമചന്ദ്രനാണ്. ഗുരുവിന്റെ ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ. അറിയാം. സ്വന്തം മാംസത്തിൽ വണ്ട് തുളച്ചു കയറിയിട്ടും ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത കർണനെ കുറിച്ച് പഠിപ്പിച്ചതും അവിടെ തന്നെ. നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ. വണ്ടെത്താനുള്ളാത്ത പൂവ്. ഉറങ്ങണം. ഉറങ്ങാത്ത 101 രാവുകൾ ഒരുമിച്ചുറങ്ങണം. ഉണർത്താൻ ആള് വരുവോളം ഉറങ്ങണം. കത്തിയെരിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ മുഖം കണ്ടുറങ്ങണം. കുഞ്ഞമ്മേ, ദാഹം എത്രയേറിയാലും ആരും എണ്ണ കുടിക്കാറില്ല. മനസ്സിലായില്ല. ദുർഗ ഒരിക്കലും ദാസന് പ്രണയരേഖ എഴുതിയ പനയോല കൊടുക്കില്ല. ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ്. ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടെ നിന്റെ ഗുരുവുമാണ്. ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ ഉപരി മറ്റൊന്നും ഈ ലോകത്തിലില്ല. ഇല്ല, നിങ്ങൾ എനിക്ക് പുറ തന്നവനാണ്. മത്സരത്തിൽ ജയിച്ച് താനിയും മാനിയും തന്നവനാണ്. അതേ പുണ്യം. രാമരാമണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്വാമല നൽകിയതുപോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി. ഓം ഗുരുവേ. നിങ്ങൾക്ക് വേണ്ടി നാണവും മാനവും കെട്ടവൻ ഞാനാണ്. എന്റെ വിയർപ്പിന്റെ തുടിപ്പാണ് നിങ്ങൾ.
എന്റെ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഉരിയാടേണ്ട പുരുഷനാണ് നിങ്ങൾ. പറയും, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? ഇല്ല ഇല്ല. നിൽക്കിൻ, സത്യം പറയും, അല്ലെങ്കിൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ തല ഞാൻ എറിഞ്ഞിടും. വളരെ സന്തോഷം. ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം. വെട്ടിക്കൊള്ളു. കാവിലമ്മേ, എന്നെ പോലെ ആൺതലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ? ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കെട്ടിയെ പൂമാലയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺതരികളെല്ലാം പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്റെ അച്ഛനാങ്ങളമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. എല്ലാം സഹിച്ച് ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു. ഇല്ല, ഈ ഭൂമിയിലുള്ള ഒരു പുരുഷനെയും ഞാൻ ഇനി വിശ്വസിക്കില്ല. സത്യം. ഇന്നു മുതൽ ഈ വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന് പേര് മാറ്റി വിളംബരം ചെയ്യൻ. കോട്ടവാതിക്കൽ മംഗന്മാർ മാത്രം കാവലിരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആൺതരി കോട്ടയ്ക്കുൾ കടന്നാൽ അവന്റെ തല അരിഞ്ഞു കളയും. നിങ്ങൾ ക്ഷമിക്കും. ക്ഷമയേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധമില്ല. ക്ഷമിക്കും. നിർത്തി. ആദ്യം ഈ ദ്രോഹിയെ പിടിച്ച് തടവറയിലിടൻ. ഈ കോട്ടയിലുള്ള എല്ലാ ആൺതരികളെയും പിടിച്ച് വെളിയെ തള്ളൻ. അമ്മേ, കാവിലമ്മേ, ഞാൻ എന്ത് പാവം ചെയ്തു? എന്റെ അമ്മേ, ഞാൻ ആർക്ക് എന്ത് ദോഷം ചെയ്തു? എന്ത് നീ കണ്ണീരിലാഴ്ത്തുന്നു അമ്മേ? പറയും, എന്നെന്തിനിങ്ങനെ പരീക്ഷിക്കുന്നമ്മേ? എന്തിനു പരീക്ഷിക്കുന്നു?